മുത്തുമണീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ഇട്ടതിന് ശേഷം വലിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചതച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂണ് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 സ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. നന്നായി കുഴച്ചെല്ലാം സെറ്റായതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോകരുത്, ബീഫിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മൂടിയിട്ടൊന്ന് വിസിലടിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു 6-7 വിസിൽ വേണ്ടി വന്നിട്ടോ ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 5 ഗ്രാമ്പു, ചെറിയ കഷ്ണം 2 പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം ഒരു 1/2 സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ബീഫ് വേവിക്കുമ്പോൾ 1/2 സ്പൂൺ ഇട്ട് കൊടുത്ത്, ഇപ്പോൾ ഇതിൽ റോസ്റ്റ് ആക്കണതിൽ 1/2 സ്പൂണും കൂടി ഇട്ട് കൊടുത്ത്, അങ്ങനെ 1 സ്പൂണാണ് കേട്ടോ വലിയ ജീരകം. അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിൽ 2 വലിയുള്ളിയാണ് കേട്ടോ കട്ട് ചെയ്തത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായി വഴണ്ടതിന് ശേഷം മാത്രമാണ് തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതാ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കട്ടോ. ഈ തക്കാളി, ഉള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്തൊന്ന് ഉടയണം. അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ ബീഫിൽ ഉപ്പ് ചേർത്തതാണ്, അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 1/2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് 1/2 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 3 സ്പൂണ് മല്ലിപ്പൊടിയും 2 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കട്ടോ. ഈ മസാലകളെല്ലാം അതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇപ്പോൾ അതാ എല്ലാം അതിൽ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കട്ടോ. ഇപ്പോൾ അതാ നല്ല തിളക്കം വന്നിട്ട് ആ മസാലകളെല്ലാം ബീഫിൽ പിടിച്ചിട്ട് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അധികം നേരമൊന്നും മൂടി വെച്ചിട്ട് വേവിക്കുന്നില്ല കേട്ടോ. ആ കറിവേപ്പിലയുടെയൊക്കെ ഒരു ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതാ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാനുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്ര ഒരു ഗ്രേവിയിൽ കഴിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. ഇതിലേക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.